ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കിച്ചണിലെ വാഷിംഗ് ബേസിന് അതുപോലെ ബാത്റൂമിലെ വാഷിംഗ് ബേസിന് ഇതൊക്കെ കറ പിടിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിലും നമുക്ക് എങ്ങനെ ക്ലീൻ ആക്കാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ഉണ്ട്. പെട്ടെന്ന് നമുക്കത് ക്ലീൻ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇതെൻ്റെ വാഷിംഗ് ബേസിനകത്ത് ഞാനൊന്ന് ബീഫൊക്കെ ഒന്ന് കഴുകിയുകൊണ്ട് കുറച്ച് നെയ്യിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാത്രിയാണ് ഇതൊന്നും പണികളൊക്കെ കഴിഞ്ഞ് രാത്രി ആകുമ്പോഴാണ് ക്ലീൻ ആക്കൽ കേട്ടോ. അപ്പോൾ അതേപോലത്തെ ഒരു ബ്രഷാണ് നമുക്ക് ആദ്യം വേണ്ടത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 2-3 ടീസ്പൂണ് ബേക്കിംഗ് സോഡ. ആ ബേക്കിംഗ് സോഡ എല്ലായിടത്തും നമ്മളങ്ങനെ വിതറി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും വിതറി കൊടുക്കണം. പിന്നെ അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ സോപ്പും പൊടി അതും ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ നീരെടുക്കുക, അതിങ്ങനെ എല്ലാ ഭാഗത്തും ഇറ്റിച്ച് കൊടുക്കുക. നാരങ്ങ അല്ലെങ്കിൽ വിനെഗർ എടുത്താലും മതി. അതും വിനെഗർ കൊടുക്കുക. പിന്നെ ക്ലോറക്സ് ഉണ്ട്, നമ്മുടെ കയ്യിൽ ക്ലോറക്സ് ഉണ്ടെങ്കിൽ അതും കുറച്ച് ഇറ്റിച്ച് കൊടുക്കുക കേട്ടോ. അത് സ്കിന്നിലൊന്നും ആവരുത്, ഭയങ്കര ഡേഞ്ചറാണ്. അത് മേലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മുറി പോലൊക്കെ അത് പൊള്ളി വരും. ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ പറ്റുന്ന നിർബന്ധമൊന്നുമില്ല, ഇത്രയും മതി. ക്ലോറക്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ആ നാരങ്ങയുടെ ആ തൊലി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും നമുക്ക് തേച്ച് കൊടുക്കട്ടെ. അപ്പോൾ ആ വാഷിംഗ് പൗഡറും സോഡാപ്പൊടിയും നാരങ്ങയുടെ നീരും എല്ലാം കൂടി മിക്സായിട്ട് എല്ലായിടത്തും തേച്ച് കൊടുക്കുക. ഗ്യാപ്പിലൊക്കെ ആ നാരങ്ങയുടെ തൊലി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്യാപ്പിലൊക്കെ എഴുതി കൊടുക്കാം. എന്നിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് നമ്മൾ പാത്രം കഴുകാനൊന്നും പാടില്ല, വെള്ളം തുറക്കാൻ പാടില്ല, അങ്ങനെ ഇടണം. തേച്ചതിന് ശേഷം വെള്ളം തുറക്കരുത്. പിന്നെ നമ്മൾ അതേപോലത്തെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് എഴുതി കൊടുക്കുക. സ്ക്രബ്ബർ ഈ പാത്രം കഴുകുന്ന സ്ക്രബില്ല, അതൊന്നും യൂസ് ചെയ്യരുത്. കാരണം അതൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ വാഷിംഗ് ബേസിന് സ്ക്രാച്ച് വീഴും, പിന്നെ അവിടെ ചെളിയിരിക്കാനൊക്കെ തുടങ്ങും. നമ്മൾ ഇങ്ങനത്തെ ബ്രഷ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന സ്പോഞ്ചില്ലേ, അതിൻ്റെ ഒരു ഹാർഡ് ഭാഗം ഉണ്ടാവും. ആ ഹാർഡ് ഭാഗം വെച്ചിട്ട് നമുക്കും ഇതുപോലെ തേക്കാൻ പറ്റും. നന്നായിട്ട് ഇതേപോലത്തെ ബ്രഷാണ് ഏറ്റവും ബെറ്റർ. കാരണം ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് നമുക്കത് വെച്ചിട്ട് കഴുകാൻ പറ്റും. പിന്നെ അതിന് ശേഷം നമുക്കത് എല്ലായിടത്തും വാഷ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്ത് പെട്ടെന്ന് നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് രാത്രിത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നല്ല ഡ്രൈ ആയി കിടന്നു രാവിലെ ആകുമ്പോഴത്തേനും നീറ്റായിട്ട് കിടക്കും. ദിവസം ഇതേപോലെ രാവിലെ നമ്മളെ സൗകര്യം അനുസരിച്ച് രാവിലത്തെ പണികൾ കഴിഞ്ഞിട്ടോ രാത്രി പണികൾ കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മളെ കിച്ചൺ നീറ്റായിരിക്കും, നല്ല വൃത്തിയിട്ടുണ്ടാവും കാണാൻ. നല്ല ഡ്രൈ ആയിട്ട് തുണി വെച്ചിട്ട് നമുക്ക് തുടച്ചെടുത്താൽ നല്ല ഡ്രൈ ആയി കിടക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ലൊരു ടിപ്പാണ്. ഇതുപോലെ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.